ശുദ്ധാക്ഷരങ്ങളിലേക്ക് സ്വാഗതം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയപരന് സുഖത്തിനായി വരണം. ഗുരുവചനങ്ങളാണ്. എൻ്റെ ആത്മസന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെയും ആത്മസുഖത്തിന് ഉപകരിക്കുന്നവയാകണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് വഴി ദൈവത്തെ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് ഏറ്റവും ലളിതമായ വാക്കുകളിൽ പറഞ്ഞു തരുന്നൊരു പുസ്തകം ഫാദർ ക്രിസ്റ്റി വട്ടക്കുഴിയുടെ വാസം. ഇതിലെ ചിന്തകൾ അതീവ ലളിതമാണ്. ചെറുതിൽ വലുത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് തത്വം. എല്ലാ ചെറുതിലും എന്തൊക്കെയോ വലിപ്പങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ചെറിയ തുണ്ടുകളിലും ഏതൊക്കെയോ വലിപ്പത്തിൻ്റെ മഹിമ ഞാൻ കണ്ടെത്തുന്നു. ഒരു ചെറിയ ചിന്ത ഇങ്ങനെ: എന്താണ് ജോയ്? JOY, ആനന്ദം. എന്താണത്? ഇദ്ദേഹത്തിൻ്റെ ലളിതമായ നിർവചനം: J മീൻസ് ജീസസ്, O മീൻസ് അതേഴ്സ്, Y മീൻസ് യു. ജീസസും അപരനും നിങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തിയോളജി കൂടിയാണ്. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എനിക്ക് ജീവിതം ക്രിസ്തു അത്രേ. ക്രിസ്തുവിൽ തുടങ്ങി ക്രിസ്തുവിൽ ഒടുങ്ങുവാനാണ് എനിക്കാഗ്രഹം. ഞാൻ നല്ല ഓട്ടം ഓടുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ പാദങ്ങളിലൂടെയാണ് ഞാൻ ചരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ആനന്ദമുണ്ട്. അല്ലെങ്കിൽ അതേഴ്സ്, നേരത്തെ പറഞ്ഞതുപോലെ അവരവർ ആത്മസുഖത്തിനാചരിക്കുന്നവയപരന് സുഖത്തിനായി വരണം. അപ്പം മറ്റൊരാൾക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യൻ ആയ ഒരാൾ മാറിക്കഴിയുമ്പോൾ അയാൾക്കൊരു ആനന്ദമുണ്ട്. എരിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ആരോ ചോദിക്കുന്നുണ്ടല്ലോ, സൂര്യനെ പോലെ ഷൈൻ ചെയ്യണം, അതിനെന്ത് ചെയ്യണം? സൂര്യൻ ചിരിച്ചുകൊണ്ട് കണ്ണീരടിഞ്ഞ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് സൺ, ലേൺ ഹൗ ടു ബേൺ ലൈക്ക് സൺ. സൂര്യനെ പോലെ ഷൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂര്യനെ പോലെ എങ്ങനെയാണ് എരിയുന്നതെന്ന് പഠിച്ചെടുക്കുക. അപ്പം അപരന് വേണ്ടി ജീവിക്കുന്നത് ഒരു തരത്തിൽ പ്രകാശം ചൊരിയുവാൻ എരിയലാണ്. അങ്ങനെ എരിയുന്നതിലുണ്ട് ഒരു സന്തോഷം, കുരിശിൽ പിടയുന്നതിലുണ്ട് ഉദ്ധാനത്തിൻ്റെ ഒരു സൗന്ദര്യം. ഇതാണ് അപരന് വേണ്ടിയുള്ള ജീവിക്കൽ. ഇനി ഞാൻ അപരനും യേശുവും ഒന്ന് ചേർന്ന് കഴിയുമ്പോൾ ഞാനായി മാറി. ഇത് മൂന്നും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഒരാൾക്ക് ആനന്ദമുണ്ട്. എന്നെ സ്നേഹിക്കണമല്ലോ. കാരണം പാവപ്പെട്ട എന്നെ ഞാൻ തന്നെ കൈവിട്ട് കളഞ്ഞാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഈ നഗ്ന വൈരൂപ്യത്തെ നോക്കിയിട്ട് അയ്യേ എന്ന് പറഞ്ഞ് ഞാനും നടന്നു പോവുകയാണെങ്കിൽ പിന്നെ പെരുവഴിയിലായിപ്പോയ ഈ പാവപ്പെട്ട എനിക്ക് ആരാ ഉള്ളത്? ആരില്ല വേറെ. അതുകൊണ്ട് തന്നെ ഇത് മൂന്നും കൂടി കൂടിച്ചേരണം. ജീസസ്, അതേഴ്സ് ആൻഡ് യു ഓർ മീ, ആൻഡ് ദെൻ ദർ ഇസ് ജോയ്ഫുൾനെസ്. ജീവനുണ്ട്, ആനന്ദമുണ്ട്. അടുത്തൊരു ചിന്ത: സന്ധ്യയായി ഉഷസായി. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതം തുടങ്ങുന്നത് സന്ധ്യയിലാണത്രേ. അപ്പോൾ സന്ധ്യയുടെ വിശ്രമത്തിൽ നിന്നാണ് ഒരു ദിവസത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, എല്ലാ നല്ല പ്രവൃത്തികൾക്കും മുമ്പ് വിശ്രാന്തി വേണം, വിശ്രമം വേണം. വർക്ക് ഹോളിക് ആയി ജീവിച്ചിട്ട് കാര്യമില്ലെന്നത്ര അർത്ഥം. ചില ആളുകൾ ജീവിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ ആരോഗ്യം മുഴുവൻ കെടുത്തിക്കളയും. പിന്നെ ഈ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ഉണ്ടാക്കിയ പണം മുഴുവൻ കെടുത്തിക്കളയും. മൊത്തം നഷ്ടപ്പെടുത്തി കളയൽ തന്നെയാണ്. അതിന് പകരമായിട്ട് എല്ലാത്തിനും നേരം ഉണ്ടാകണം. ചില ആളുകൾ ഓഫീസിലായിരിക്കുമ്പോൾ വീട്ടിലെ കാര്യം ഓർത്ത് ഓഫീസ് കുളമാക്കും, വീട്ടിലായിരിക്കുമ്പോൾ ഓഫീസിലെ കാര്യം ഓർത്ത് വീട് കുളമാക്കും. മൊത്തം കുളം ഉണ്ടാക്കുന്ന ചില മനുഷ്യരുണ്ട്. അവർക്കിടയിൽ ഒരു ചിന്ത: വിശ്രമം അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഹൃദയം തുറന്നൊന്ന് ഉറങ്ങാൻ പറ്റണം. നിങ്ങൾക്ക് ഹൃദയം തുറന്ന് വിശ്രമിക്കാൻ സാധിക്കണം. എങ്കിലേ കർത്താവിനെ പോലെ 7-ാം നാളിലെ വിശ്രാന്തി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിന്ത. ഒരാൾ കത്തോലിക്ക യുവ വൈദികൻ, വളരെ കഴിവുള്ളയാൾ, സുന്ദരൻ, വളരെ ശ്രേഷ്ഠതയോടുകൂടി ജീവിക്കുന്നയാൾ. അയാൾ ഇന്ത്യൻ യോഗ രീതികൾ പഠിക്കുവാൻ വേണ്ടി ഒരു ആചാര്യനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗുരുകുല സിസ്റ്റം പോലെ താമസിക്കുകയാണ്. താമസിയാതെ ഇദ്ദേഹത്തിൻ്റെ ചടുലതയും ആകർഷണീയതയും നിമിത്തം ആചാര്യൻ്റെ മകളുമായി ഇദ്ദേഹം പ്രണയത്തിലാവുന്നു. രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആചാര്യനോട് പറഞ്ഞു. ആചാര്യൻ ചോദിച്ചു, നീ നിൻ്റെ പേര് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. ചില ആചാരവിധികളൊക്കെ നടത്തി പ്രശ്നം വെച്ച് നോക്കി. അടുത്ത ചോദ്യം, നീ പേര് ഉപേക്ഷിക്കുന്നതൊക്കെ കൊള്ളാം,
നിൻ്റെ മതം ഉപേക്ഷിക്കാം. അടുത്ത ആചാരവിധികളൊക്കെ നോക്കി എന്നിട്ട് ചോദിച്ചു, നീ നിൻ്റെ യേശുവിനെ ഉപേക്ഷിക്കുമോ? ഇയാൾ പറഞ്ഞു, ഉപേക്ഷിക്കാം. അതൊരു പ്രാക്ടിക്കൽ ആൻസറാണ്. യേശുവിനെ ഞാൻ ഉപേക്ഷിച്ചേക്കാം. വീണ്ടും ചില പ്രശ്നവിധികളൊക്കെ നടത്തിയതിന് ശേഷം ആചാര്യൻ അടുത്തൊരു ചോദ്യം ചോദിച്ചു. ചങ്കിക്കൊത്തുന്ന ചോദ്യമാണ്. ശരി, നീ നിൻ്റെ പേര് മാറ്റും, മതം മാറ്റും, നിൻ്റെ യേശുവിനെ വേണ്ടാന്ന് വെക്കും, പക്ഷേ യേശു നിന്നെ വേണ്ടെന്ന് വെക്കുമോ? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഇയാൾ കുഴഞ്ഞു പോയത്രേ. നമുക്ക് യേശുവിനെ വേണ്ടെന്ന് വെക്കാൻ പറ്റും. ജീവിതത്തിൽ പലപ്പോഴും വേണ്ടാന്ന് വെക്കുന്നുണ്ട്. ഡോസ്റ്റോവ്സ്കിയുടെ കാരമസോവ് ബ്രദേഴ്സിൽ പറയുന്നത് പോലെ കർത്താവിനോട് നമുക്ക് പറയാൻ പറ്റും, വൈ ഡു യു ഗെറ്റ് ഇൻ അവർ വേ, വൈ ഡു യു ട്രബിൾ അവർ കോൺഷ്യൻസ്, ജസ്റ്റ് ഗോ അവേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പലപ്പോഴും. പക്ഷേ യേശു നമ്മളെ വേണ്ടെന്ന് വെക്കുമോ? ഇത് നല്ലൊരു ചിന്തയാണ് സത്യത്തിൽ. നമ്മൾ പലപ്പോഴും ദൈവത്തെ വേണ്ടെന്ന് വെക്കും, പക്ഷേ ദൈവത്തിന് നമ്മളെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും കൈ വിടുവിച്ച് കുതിറി ഓടും, പക്ഷേ ദൈവത്തിന് കുതിറി ഓടുന്ന നമ്മളെ തിരികെ വിളിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവമായി പോയില്ലേ? അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം നമ്മൾ അത്രയ്ക്കങ്ങ് വീണവരായി പോകുമോ? വീണ്ടും ഈ യാത്രയെക്കുറിച്ച് ഫ്രാൻസിസ് ഇഷ്ടപ്പെട്ട 2 പദങ്ങളാണ്, പിൽഗ്രിം ആൻഡ് സ്ട്രേഞ്ചർ. ഈ ലോകത്തിൽ നിങ്ങൾ അപരിചിതരെ പോലെ പെരുമാറുകയും, ഈ ലോകത്തിൽ തീർത്ഥാടകരെ പോലെ പെരുമാറുകയും. തീർത്ഥസ്ഥലി മറ്റെവിടെയോ ആണ്, നിങ്ങൾ തീർത്ഥയാത്രികർ മാത്രമാണ്. ഇവിടെ കൂടാരമടിച്ച് ഈ വഴിയോരത്ത് കിടന്നുറങ്ങരുത്, കാരണം ഇതൊരു നടപ്പാത മാത്രമാണ്. ഇവിടെ നിന്ന് നിങ്ങൾ തീർത്ഥസ്ഥലിയിലേക്ക് എത്തിച്ചേരണം. അതിനുവേണ്ടി യാത്ര തുടരുക. പിന്നെ ഓർക്കുക, നിങ്ങൾ ഇന്നലെ പരിചിതരെന്ന് കരുതിയവർ ഇന്ന് അപരിചിതരായി മാറിക്കഴിഞ്ഞു. ഇന്നലെ അപരിചിതരായിരുന്നവർ നാളെ വീണ്ടും പരിചിതരായി മാറിയെന്ന് വരാം. മൊത്തത്തിൽ നിങ്ങളൊരു യാത്രികൻ മാത്രമാണ്. യാത്രികരുടെ സഞ്ചാരപഥം ഈ ലോകം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ കുടികിടപ്പ അവകാശമൊന്നുമില്ലാത്ത യാത്രക്കാരനാണ്. സ്ട്രേഞ്ചർ, ജസ്റ്റ് എ പാസർ ബൈ. ഇത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് വലിയ പാഠമാണ്. ഹീബ്രു റബ്ബി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തെ കാണാൻ വലിയ സാഹസികതയൊക്കെ നടത്തിയിട്ട് അമേരിക്കൻ ടൂറിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന്, പലസ്തീനയിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മഹാൻ എന്നറിയപ്പെടുന്ന റബ്ബിയുടെ വീട്ടിൽ വലിയ ഫർണിച്ചറൊന്നുമില്ല. അദ്ദേഹം അത്ഭുതപ്പെട്ട് ചോദിച്ചു, യു ആർ സച്ച് എ ഗ്രേറ്റ് റബ്ബി, ആൻഡ് ദെൻ വേർ ഇസ് യുവർ ഫർണിച്ചറൊക്കെ എവിടെ പോയി? ഇദ്ദേഹം പുഞ്ചിരി വിടാത്ത മുഖത്തോടെ പറഞ്ഞു, വേർ ഇസ് യുവർ ഫർണിച്ചർ, നിൻ്റെ ഫർണിച്ചർ എവിടെ? അയാൾ പറഞ്ഞു, ഐ എം ജസ്റ്റ് എ പാസർ ബൈ, ഞാൻ വെറും യാത്രക്കാരനല്ലേ, എനിക്കെന്തിനാണ് ഫർണിച്ചർ? അപ്പോൾ ഇദ്ദേഹം മറുപടി പറഞ്ഞു, സോ ആം ഐ ജസ്റ്റ് എ പാസർ ബൈ, വൈ ഷുഡ് ഐ ക്യാരി മൈ ഫർണിച്ചർ അലോങ് വിത്ത് മൈ ജേണി? എന്തിനാണ് ഞാനിങ്ങനെ ഫർണിച്ചറും കൊണ്ടുപോകുന്നത്? ജസ്റ്റ് എ പാസർ ബൈ. കടുത്ത സ്വാർത്ഥതയൊക്കെ വരുമ്പോൾ എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ വീട്, എൻ്റെ മതിൽ, എൻ്റെ കിടക്ക, എൻ്റെ പെട്ടി, എൻ്റെ കുട്ടി, എൻ്റെ പട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വയം ഒന്ന് പറയുക, ജസ്റ്റ് എ പാസർ ബൈ. ഈ കിടക്കയും കട്ടിലും പെട്ടിയും കുട്ടിയും പട്ടിയും ഒക്കെ ഉപേക്ഷിച്ച് എന്നാ പോകുന്നതെന്ന് ആർക്കറിയാം? ഒരു ദിവസം കടന്നു പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ജസ്റ്റ് എ പാസർ ബൈ, ലെസ് ലഗേജ് മോർ കംഫർട്ട്. തീവണ്ടിയിൽ എഴുതിയിരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. ഒരുപാട് ഭാരങ്ങൾ കൂടിക്കഴിയുമ്പോൾ പറയുക, ജസ്റ്റ് എ പാസർ ബൈ. അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും. അടുത്തൊരു ചിന്ത, നമ്മൾ ചെടി നട്ടു വളർത്തുന്നു, വെള്ളം ഒഴിക്കുന്നു, എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നു, വളമിടുന്നു. പക്ഷേ ചെടി വളരണമെങ്കിൽ സൂര്യപ്രകാശം വേണം. ഇനി ക്രിസ്ത്യൻ പറയുന്നു, ഈശ്വര സൂര്യൻ നമുക്ക് മേൽ ഉദിച്ചില്ലെങ്കിൽ നമ്മൾ ഒഴിച്ച വെള്ളത്തിന് എന്തർത്ഥം? നമ്മളിട്ട വളത്തിന് എന്തർത്ഥം? പരിചരണകൾക്ക് എന്തർത്ഥം? ഈശ്വര സൂര്യൻ നമുക്ക് മേൽ ഉദിക്കണം. ആ ഉദയസൂര്യൻ്റെ കിരണങ്ങളാൽ നമ്മൾ ഞങ്ങളായിട്ട് മാറണം. വീണ്ടും വേരുകളെക്കുറിച്ചുള്ള ഒരു ചിന്ത. നന്നായിട്ട് വേര് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ ചെടി തഴച്ചു വളരും. വേരില്ലാത്തതാണെങ്കിലോ ഉടൻ തന്നെ ഉണങ്ങിപ്പോകും. അപ്പോൾ വേരുള്ള മനുഷ്യർക്ക് മാത്രമേ വളരാൻ സാധിക്കുകയുള്ളൂ. സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ മഞ്ഞ് കട്ട ഉരുകി പിന്നെ വെള്ളമാകും. എന്നാൽ മൺകട്ട കൂടുതൽ കാഠിന്യമുള്ളതായിട്ട് മാറും. അപ്പോൾ സൂര്യൻ്റെ അനുഗ്രഹ സ്പർശമുണ്ടാകുമ്പോൾ വേരുള്ള മനുഷ്യർ വളരും. വേരുകൾ വേണം. അതുപോലെ തന്നെ വേരുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, ഒരു വൃക്ഷം പുറത്ത് അകലെ നിൽക്കുന്ന പോലെയാണ്, പക്ഷെ അവരുടെ വേരുകൾ ആഴങ്ങളിൽ പരസ്പരം തൊട്ടിട്ടുണ്ട്. അകലങ്ങളിൽ പുറമേ വളർന്ന വൃക്ഷങ്ങൾ ആഴങ്ങളിൽ അടരുകളായി പുണർന്ന് നിൽക്കുകയാണ്. ആഴങ്ങളിലാണ് അടുപ്പുള്ളത്. എത്ര അകലത്തിൽ നിൽക്കുന്നു എന്ന് തോന്നിച്ചാലും ചില മനുഷ്യർ ആഴങ്ങളിൽ അടുത്തിട്ടുണ്ട്. ആഴമുള്ള മനുഷ്യർക്ക്
ആഴമുള്ള അടുപ്പങ്ങളുണ്ട്. ഇനി എന്നെ കേൾക്കുന്ന ആളുകൾ സ്വയം ചിന്തിക്കുക, ജീവിതത്തിൽ സത്യത്തിൽ ആഴമാർന്ന സ്നേഹത്തോടു കൂടി ആരെങ്കിലും നെഞ്ചോട് ചേർത്തിട്ടുണ്ടോ? അങ്ങനെ ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. കാരണം പലപ്പോഴും ആഴമില്ലാത്ത ഏതൊക്കെയോ ഭ്രമത്തെയാണ് നമ്മൾ സ്നേഹം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഇന്നലെ കണ്ടൊരു പെൺകുട്ടിയോട് എനിക്ക് കടുത്ത പ്രണയം വന്നപ്പോൾ ഈ ജന്മത്തിൽ എന്നും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു ഞാൻ. നാളെ മറ്റൊരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ ആളെ നമ്മൾ മറന്നു കഴിഞ്ഞു. ഇനി പ്രണയിക്കുന്നവർ തന്നെ 7-8 വർഷം പ്രണയിച്ചതിന് ശേഷം പിന്നെ ഒരു പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ പ്രണയത്തിൻ്റെ പൂക്കളൊക്കെ കരിഞ്ഞു പോവുകയാണ്. ഇതെന്താ പറ്റുന്നത്? ഒരുപക്ഷെ ഭ്രമമായിരിക്കാം സുഹൃത്തെ നിങ്ങൾക്കുണ്ടായിരുന്നത്. ആഴമാർന്ന സ്നേഹം ഉണ്ടായിരുന്നില്ല. വേരുകളൊന്നും ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് മടുപ്പ് തോന്നുന്നത്. നിങ്ങൾക്ക് ജീവിത പങ്കാളിയിലും മറ്റും മടുപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സ്നേഹിക്കുന്നില്ലെന്നാണ്. കാരണം മടുപ്പിനും അടുപ്പത്തിനും അതീതമായി പോകുന്ന ആഴത്തിൻ്റെ പേരാണ് യഥാർത്ഥ പ്രണയം എന്നുള്ളത്. അങ്ങനെയുള്ള യഥാർത്ഥ പ്രണയമൊക്കെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. പഴയ കവിതയെ ധ്യാനമാക്കി മാറ്റുന്നുണ്ട് അടുത്തൊരു താളിൽ. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും ദേവൻ സൂര്യനുദിക്കുമി കമലവും താനെ വിടർന്നിടുമേ ഏവം മൊട്ടിനകത്തിരുന്നളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനമാര് കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനിയും. ഇത് പഴയ കവിതയാണ്. അതായത് ഒരു കരിവണ്ട് താമരയിലിരുന്നു, തേൻ നുകർന്നു, പിന്നെ മധു നുകർന്നങ്ങനെ ഇരുന്ന് മെല്ലെ മയങ്ങിപ്പോയി. അപ്പോൾ രാത്രിയായി, താമരയുടെ ഇതളുകൾ കൂമ്പിപ്പോയി. ഇനി താമരയുടെ കൂമ്പുകൾ വിടരണമെന്നുണ്ടെങ്കിൽ ദേവൻ സൂര്യൻ ഉദിക്കണം. അപ്പോൾ ഇയാളിങ്ങനെ അതിനകത്തിരുന്ന് മനോരാജ്യം തുടരുകയാണ്. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങും, സൂര്യൻ ഉദിക്കും, ഈ കമലവും മെല്ലെ വിടരും, എന്നിട്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇങ്ങനെ മനോരാജ്യം തുടർന്നിടവേ കവി ഒരു ചോദ്യം ചോദിക്കുകയാണ്, ദൈവത്തിൻ മനം ആര് കണ്ടു? ആര് കണ്ടു ദൈവത്തിൻ്റെ മനസ്സ്? ഒരു ആന വന്നിട്ട് ഈ കരിവണ്ടിനെയും താമരയെയും പിഴുത് ചതച്ച് കളഞ്ഞു. ഈ കവിത ധ്യാനിച്ചുകൊണ്ട് ക്രിസ്റ്റി അച്ഛൻ അതിന് മറ്റൊരു വ്യാഖ്യാനം നൽകുകയാണ്. അദ്ദേഹം ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. കരിവണ്ട് അകത്തിരുന്നു, എന്നിട്ടും മെല്ലെ പരാതി പറയാൻ തുടങ്ങി. എൻ്റെ താമരയെ, എനിക്ക് വീട്ടിൽ കാത്തിരിക്കുന്ന ഭാര്യയുണ്ട്, മക്കളുണ്ട്, എനിക്ക് പോകണം. അപ്പോൾ താമര നിസ്സഹായതയോട് പറഞ്ഞു, പക്ഷേ ഇത് കൂമ്പിപ്പോയില്ലേ, ഇനി തുറക്കാൻ പറ്റില്ല. രാവിലെ പുലർവട്ടത്തിലെ ഇനി തുറന്ന് നിന്നെ പുറത്താക്കാൻ പറ്റുകയുള്ളൂ. വീണ്ടും ഇത് കരഞ്ഞുപോയി കരിവണ്ട്. അപ്പോൾ കരിവണ്ടിൻ്റെ കരച്ചിൽ കണ്ട് താമരയുടെ മനസ്സലിഞ്ഞു. അത് പറഞ്ഞു, ഒരു മാർഗമുണ്ട്, നീ എന്നെ തുരന്ന് പുറത്തേക്ക് പോവുക. എൻ്റെ ഹൃദയം ഭേദിച്ച് തുരന്ന് മുറിപ്പെടുത്തി നീ പുറത്തേക്ക് പോയിക്കോ. കരിവണ്ട് അങ്ങനെ ചെയ്യാമെന്ന് ആദ്യം കരുതി. പക്ഷെ അതിന് താമരയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള ധ്യാനം മനസ്സിൽ വന്നു പറഞ്ഞു. എന്തൊരു സ്നേഹമാണത്, ഹൃദയം തുരന്ന് രക്ഷപ്പെടാനാണ് പറയുന്നത്. അപ്പോൾ കരിവണ്ടൊരു തീരുമാനമെടുത്തു, കുഴപ്പമില്ല, ഞാനിവിടെ പ്രഭാതം വരെ കാത്തിരിക്കാം, നിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി എനിക്ക് രക്ഷ വേണ്ട. അങ്ങനെ രണ്ടുപേരും പിന്നെ സംസാരത്തിലേക്ക് കാണുന്നു. ഈ താമര വെറും ചെളിയിൽ നിന്നാണ് ഉയർന്നു വരുന്നതെന്ന് ഓർക്കുമ്പോൾ ബഹുമാനം തോന്നി. കരിവണ്ടിന് വെളുവെളുത്തൊരു ഹൃദയമുണ്ടെന്ന് ഓർത്തപ്പോൾ താമരയ്ക്ക് കരിവണ്ടിനോട് സ്നേഹം തോന്നി. അങ്ങനെ ഇരിക്കെ ദൈവത്തിൻ്റെ മാലാഖമാർ ലോകത്തിലെ ഈ ഏറ്റവും സുന്ദരമായ രണ്ടുപേരെ ദൈവത്തിന് പരിചയപ്പെടുത്തി. ദൈവം പറഞ്ഞു, ഇവർ ഭൂമിക്ക് അർഹരല്ല, സത്യത്തിൽ അവർ സ്വർഗത്തിൻ്റെ അവകാശികളാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുവരിക. ഒരു ആനയെ വിട്ട് അവർ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയത്രേ. മറ്റൊരു വ്യാഖ്യാനമാണിത്. സത്യത്തിൽ ഹൃദയത്തിൽ നിറയെ കനിവുള്ള മനുഷ്യർ, അവർ ജീവിതത്തിലും മരണത്തിലും സ്വർഗത്തിൻ്റെ സാക്ഷികളാണ്. ഇതുമൊരു ധ്യാനമായി മാറുക. വെറൊരു പുഴു തിന്നുന്നത് ചിലപ്പോൾ ചാണകമോ അല്ലെങ്കിൽ പച്ചിലയോ പൊടിയോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഈ പുഴു ഒരു പ്യൂപ്പദശയിൽ തപസ്സിരുന്ന് കഴിയുമ്പോൾ അത് പിന്നെ ശലഭമായിട്ട് മാറും. ശലഭം പിന്നെ തേൻ നുകരും. അപ്പോൾ വെറുമൊരു പുഴു തപസ്സിന് ശേഷം തേൻ നുണയുന്ന ശലഭമായി മാറുന്നത് പോലെ മനുഷ്യർ തപസ്സിന് ശേഷം കൃപയുടെ തേൻ നുണയുന്നവരായി മാറാം. അത് ആ തരത്തിലുള്ള തപസ്സിലേക്ക് ഒരാൾ അയാളെ തന്നെ നയിക്കണം. ഇന്ത്യൻ രീതിയിൽ നമസ്കാരം എന്ന് പറയുന്നു. നമ എന്നൊരു പ്രയോഗം അതിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. നമ എന്നാൽ എന്താണ്? ന എൻ്റേതല്ല, മ ഞാൻ എൻ്റേതല്ല എന്നാണ് അർത്ഥം. നാമ. അപ്പോൾ ഒരാളെ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റേതല്ല,
ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നും എൻ്റേതല്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്. ഇത് വിനയാന്വിതമായൊരു ഭാവമാണ്. ഞാനും നീയും നമുക്ക് ചുറ്റുമുള്ളവയും ഒന്നും നമ്മുടേതല്ല, എല്ലാം പരമകാരുണ്യമായ ദൈവത്തിൻ്റേത്. ഇനി അടുത്ത പ്രാവശ്യം നമസ്കരിക്കുമ്പോൾ ഓർക്കുക, അങ്ങേയറ്റം കൃപ നിറഞ്ഞ ഭാവത്തോടെ കണ്ണിൽ നോക്കി വേണം നമസ്കരിക്കാൻ. അതുകൊണ്ടാണ് നമ്മുടെ കത്തോലിക്ക രീതിയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്. അതായത് ഇതൊന്നും എൻ്റേതല്ല, നീ എൻ്റേതല്ല, ഞാനും എൻ്റേതല്ല, നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം ഒന്നും എൻ്റേതല്ല, നിൻ്റേതല്ല, നമ്മുടേതല്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്. കർത്താവിന് സ്തുതി, പ്രൈസ് ദ ലോർഡ്. അങ്ങനെയൊക്കെ ബോധത്തോടാണ് ഈ ഓരോ തവണ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറയുന്നത് എന്ന് വെറുതെ ഒന്ന് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ നന്നായിരിക്കാം. ബനവഞ്ചൂര ഹോളി ട്രിനിറ്റിയെക്കുറിച്ച് പറഞ്ഞത് എ കോൺസ്റ്റൻറ്റ് റെസ്പെക്റ്റബിൾ ലവ് ഡാൻസ്. നീണ്ടു നിൽക്കുന്ന ഒരിക്കലും തീരാത്ത പ്രണയ നൃത്തം, അതാണ് പരിശുദ്ധ തൃത്വത്തിൽ കാണപ്പെടുന്നത് അത്രേ. എ കോൺസ്റ്റൻറ്റ് റെസ്പെക്റ്റബിൾ ലവ് ഡാൻസ്. ഈ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ചൂട് കാണുമ്പോൾ നമുക്ക് അറിയാതെ വല്ലാത്തൊരു ആദരവുണ്ടായി പോവുകയാണ്. നല്ല കുടുംബജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കണം. എ കോൺസ്റ്റൻറ്റ് റെസ്പെക്റ്റബിൾ ലവ് ഡാൻസ്. ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്ന കണ്ടിട്ട് മക്കൾക്ക് പോലും അസൂയ തോന്നിപ്പോകുന്നു. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് ദൈവമേ ഇതെന്തൊരു പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചുവടുവെപ്പാണെന്നോർത്ത് ആളുകളൊക്കെ അത്ഭുതം കൊണ്ട് പറയുന്നു. അതൊരു അത്ഭുത കുടുംബമാണ്. അത്ഭുത കുടുംബം തിരുക്കുടുംബമായി മാറുന്നു. ഈ കോൺസ്റ്റൻറ്റ് റെസ്പെക്റ്റബിൾ ലവ് ഡാൻസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ധ്യാനമാണ് ഉത്തരം. നിങ്ങൾ കണ്ടെത്തണം. എക്സിസ്റ്റൻസ് ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ 3 തരത്തിലാണത്രേ. എനിക്ക് വേണ്ടി മാത്രം ഒരാൾ നിലകൊള്ളുമ്പോൾ വെറും എക്സിസ്റ്റൻസ് എന്ന പദം ഉപയോഗിക്കാം. ഇനി മറ്റൊരാൾക്കൊപ്പം ജീവിക്കുന്ന കോ എക്സിസ്റ്റൻസ്, അതായത് ഒരു വ്യക്തിയുമായി ഇഴചേർന്ന് ജീവിക്കുന്നൊരവസ്ഥ, കോ എക്സിസ്റ്റൻസ്. അതൊരു സമൂഹ ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. ഇനി എക്സിസ്റ്റൻസിന് ഏറ്റവും ഉന്നതമായ അവസ്ഥ പ്രോ എക്സിസ്റ്റൻസ്. ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, ഒരു സമൂഹത്തിന് വേണ്ടി ജീവിക്കുകയാണ്, കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയാണ്, ഇടവകയ്ക്ക് വേണ്ടി ജീവിക്കുകയാണ്. സോ ടെൽ മീ, വാട്ട്സ് യുവർ ടൈപ്പ് ഓഫ് എക്സിസ്റ്റൻസ്? സിംപിളി അൺ എക്സിസ്റ്റൻസ്, കോ എക്സിസ്റ്റൻസ് ഓർ പ്രോ എക്സിസ്റ്റൻസ്? വാട്ട്സ് ഇറ്റ് ഓൾ അബൌട്ട്? ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തി നോക്കുക. ഇനി ജീവിതത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കണ്ടെത്തും. കേൾക്കും നമ്മളെക്കുറിച്ച് തന്നെ എന്തെല്ലാം അഭിപ്രായങ്ങളാണ് നമ്മൾ കേൾക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് പറയുന്നു. ഈ ആളുകൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, ഞാൻ സ്വപ്നം കാണുന്നതല്ലേ, സ്വപ്നം കണ്ടപ്പോൾ 3 വലിയ ഏത്തക്കായ ഞാൻ തിന്നതുപോലെ തോന്നി. ഉണർന്നപ്പോൾ എൻ്റെ വയറിപ്പോൾ ഒഴിഞ്ഞിടക്കുകയാണ്. സ്വപ്നമായിരുന്നു ചങ്ങാതി, 3 ഏത്തപ്പഴം ഞാൻ കഴിച്ചു എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് അഭിപ്രായങ്ങൾ. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, അതുകൊണ്ട് വയറ് നിറക്കരുത്. ആരൊക്കെയോ എതിരഭിപ്രായം പറയുന്നു, വയറ് ഒഴിച്ചും കളയരുത്. ആളുകൾ പറഞ്ഞത് തിരിച്ചു പറയുന്നു, തിരിച്ചു പറഞ്ഞത് മറിച്ചു പറയുന്നു, പറഞ്ഞ് പിന്നെ പറച്ചിലൊടുവിൽ മടങ്ങിപ്പോകുന്നു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പറയുന്നവരൊക്കെ നല്ലതും ചീത്തയും തുടർച്ചയായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. അത് കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിനെ നിറക്കുകയും ഒഴിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ്. എല്ലാ ദ്രാവകങ്ങളും തന്നെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. എന്നാൽ ഈ ഗ്രന്ഥകാരൻ പറയുന്നു, അമ്മമാരുടെ കണ്ണീര് താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ആ കണ്ണീര് വഴിയാണ് നമ്മളൊക്കെ വീണ്ടെടുക്കപ്പെടുക. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ അമ്മയായ മോണിക്കയോട് സെയിൻറ്റ് അംബ്രോസ് പറഞ്ഞു, നിൻ്റെ കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ച് പോവുകയില്ല. അമ്മമാരൊക്കെ ഇങ്ങനെ കരഞ്ഞില്ലായിരുന്നെങ്കിൽ മക്കളൊക്കെ വീണ്ടെടുക്കപ്പെടുമായിരുന്നു. ഇദ്ദേഹം വീണ്ടും പറയുന്നു, എല്ലാ അമ്മമാർക്കും അമ്മമാരാകുമ്പോൾ തന്നെ ദൈവം ഒരു സിദ്ധി കൊടുക്കുന്നു, ബ്രോക്കൺ സ്ലീപ്പ്. അത് ഉറക്കം നഷ്ടപ്പെടുത്തുക എന്നൊരു സിദ്ധി. അവർ ഉറക്കം വെടിഞ്ഞിരിക്കുന്നത് കൊണ്ട് കുറേ മനുഷ്യർക്ക് ഉറക്കത്തിൽ പോലും കിനാവ് കാണുവാൻ സാധിക്കുന്നുണ്ട്. അമ്മമാരെ, കണ്ണീരണിഞ്ഞ പുഞ്ചിരിയോടുകൂടി ഉറക്കം വെടിഞ്ഞുണർന്നിരിക്കുന്നതിനും ഉണർത്തിവിടുന്നതിനും നന്ദി. കാന്തത്തെക്കുറിച്ചുള്ള അടുത്തൊരു ചിന്ത. നല്ല ശക്തിയേറിയ കാന്തം പച്ച ഇരുമ്പിൽ നന്നായിട്ട് ഉരസിക്കഴിയുമ്പോൾ ആ ഇരുമ്പ് കാന്തമായി മാറുന്നു. പിന്നെ അതിനേക്കാൾ 12 മടങ്ങ് ശക്തിയുള്ളതിനെ ഇതിന് ഉയർത്തിയെടുക്കാൻ സാധിക്കും. ഇദ്ദേഹം പറയുന്നു, നന്നായിട്ട് ദൈവത്തെ തൊട്ടിരിക്കുന്ന ഒരാൾക്ക് അതിശക്തി ഉണ്ടാവും. എ പ്രയർഫുൾ പേഴ്സൺ ഈസ് എ പവർഫുൾ പേഴ്സൺ. ഇപ്പം നിങ്ങൾ നല്ല പ്രയർഫുൾ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെപ്പോലെ കരുത്തുള്ള വേറെ ആളില്ല. നിങ്ങൾ എന്തിനേയും നേരിടുവാൻ കരുത്തുള്ള വ്യക്തിയായി മാറുന്നു. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കരുത്തൊക്കെ ചോർന്നു പോകും സുഹൃത്തെ. നിൻ്റെ ബലം അവസാനിക്കുമ്പോൾ എൻ്റെ ബലം തുടങ്ങുന്നേ ഉള്ളൂ എന്ന് ദൈവം പറയുന്നത് സത്യമാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ
നമ്മൾ പ്രയർഫുൾനെസ് കൊണ്ട് പവർഫുൾനെസ് നേടിയിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിക്കാം. സുരക്ഷിത മേഖല. ഒരു വിനോദ യാത്രയ്ക്ക് പോവുകയാണ്. അവൾ ബോട്ടിങ്ങിന് അതിൻ്റെ ബോട്ട് നയിക്കുന്ന വ്യക്തി ബോട്ടിങ്ങിന് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാത്രക്കാരൻ ഒരാൾ ചോദിച്ചു, നിങ്ങൾ സത്യത്തിൽ അപകട മേഖലയൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണല്ലേ? അതേ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് അപകട മേഖലയല്ല, സുരക്ഷിത മേഖല ഏതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത്. ഞാൻ സുരക്ഷിത മേഖലയിലേക്ക് എൻ്റെ ബോട്ടിനെ തിരിച്ചു വിടുന്നുള്ളൂ. വെറുതെ എന്തിനാണ് അപകട മേഖലയിലേക്ക് എന്നെ തന്നെയും നിങ്ങളെയും തിരിച്ചു കൊണ്ടുപോയിട്ട് അപകടത്തിലേക്ക് എടുത്ത് ചാടുന്നത്? ഇതൊരു ധ്യാനമല്ലേ? നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകാം എന്ന് കരുതി എല്ലാ ഡേഞ്ചർ സോണിലേക്ക് എടുത്ത് ചാടിയിട്ട് വി ആർ ഇൻ എ ഡേഞ്ചർ സോൺ എന്ന് കരയേണ്ട ആവശ്യമുണ്ടോ? സുരക്ഷിത മേഖലയിലേക്ക് നിങ്ങളുടെ ജീവിത നൗകയെ തിരിച്ചു കൊണ്ടുപോകുന്നതിൽ കുറച്ചുകൂടി ബുദ്ധി, കഴിവുണ്ടാകാം. കഴിവ് മുഴുവൻ സദാ പുറത്തെടുത്ത് അത് തെളിയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. കുറച്ചുകൂടി സുരക്ഷിത മേഖലയിലൂടെ സഞ്ചരിക്കുന്നത് എങ്ങനെയെന്നും ധ്യാനിച്ചെടുക്കുന്നത് നല്ലതായിരിക്കാം. ഇനി ഇതിനെയെല്ലാം ഒരു തരം സ്നേഹത്തിൻ്റെ ശാന്തിഭാവത്തോടു കൂടി ധ്യാനിക്കുക. ഫ്രാൻസിസ് അസീസി 40 ദിവസത്തെ ഉപവാസം ആരംഭിച്ചു. 39ാമത്തെ ദിവസം തീർത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യേശുവിനെ പോലെ ഇയാളും ഉപവാസം എടുത്തു എന്ന് ആരും പറയാതിരിക്കട്ടെ. വിനയത്തോടു കൂടി ഒരാളെ തന്നെ കണ്ടെത്തുവാനുള്ള ശ്രമം നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടൊപ്പം അല്പനാൾ വാസം നടത്തി നിങ്ങളിലെ തന്നെ ഏറ്റവും ഉദാത്തമായ ചിന്തകളെ തൊട്ടുണർത്തി നിങ്ങളിലെ തന്നെ ഏറ്റവും ബെസ്റ്റായ സ്വത്വത്തെ കണ്ടെത്തി കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരാളായി, കുറച്ചുകൂടി ഫുള്ളി ഫങ്ഷനിങ് ആയി പുറത്തേക്ക് വരുവാൻ ഇതുപോലുള്ള പുസ്തകങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടി നല്ല മനുഷ്യത്വത്തിലേക്കുള്ള യാത്ര നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചങ്ങാതി, താങ്ക് യു.